Hello friends, welcome to English classroom. Dears, I think you remember we have already discussed the first two language activities in unit 3 or in the third unit. You remember. Today we are discussing the third and fourth activities. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, ഗ്രാമർ ആണെന്ന് അറിയാലോ. നല്ലോണം ശ്രദ്ധിക്കണം. ഫസ്റ്റും സെക്കൻഡും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും കൃത്യമായിട്ട്. നല്ലോണം ശ്രദ്ധിക്കുക. Let us start activity 3. Read the following sentence. You can see a sentence there. I have come here to get the work started. That's a sentence from Listen to the Mountain. Listen to the Mountain എടുത്തൊരു sentence ആണ്. I have come here to get the work started. Okay. Now compare this sentence with the following sentence. Another sentence is there. I came here yesterday to get the work started. I came here yesterday to get the work started. രണ്ട് സെന്റൻസുകളുണ്ട്. എന്താണ് അവർക്ക് വ്യത്യാസം? ഞാൻ ഇപ്പോൾ ചോദിക്കാത്തത് അത് നമുക്ക് ചെക്ക് ലിസ്റ്റോടെ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. Which of the following statements are true? Tick the correct ones. മൂന്ന് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. There are 3 statements. Which of them do you think are true and which of them are false? Right? ചെയ്യാതെ the time of the action is mentioned in both the sentences. You see, എപ്പോഴാണ് നടന്നതെന്ന് ഈ സെന്റൻസിലുണ്ട്, ഈ സെന്റൻസിലുണ്ട്. ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ടിക്ക് ഇടാം നമ്മുടെ ബുക്കിൽ. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, എന്ത് ചെയ്യേണ്ടി വരുന്ന ക്രോസ് ഇടുക, അല്ലെങ്കിൽ ട്രൂ ഫോൾസ് എഴുതുക നോട്ടിൽ എഴുതുമ്പോൾ. Okay, the tense form used in each sentence is different. രണ്ടിലും ടെൻസ് രൂപങ്ങൾ വ്യത്യസ്തമാണ്. The actions in both the sentences are complete. രണ്ട് സെന്റൻസിലെയും ആക്ഷനുകൾ പൂർത്തിയായിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, ചെയ്തിട്ടുണ്ടാവും. Let us see. The time of the action is mentioned in both the sentences. ഉണ്ടോ? ഇല്ല, false ആണ്. The time of the action is not mentioned in the first sentence. It is not there, you know that. Next one is the tense form used in each sentence is different. That is true, you know, that ശരിയാണ്. ഫസ്റ്റത്തേല് have come ആണ്, have plus V3 ആണ്. That is present perfect tense ആണ്. Second one is sentence 2 ആണ്. That is came, V2 ആണ്. അതായത് sentence 2 V2 ആണ്, അതായത് came ആണ്, അത് V2 ആണ്. The simple past ഫോമിലാണ്. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ the action in the sentence, both sentences are complete. അത് നേരെ കം came ആ വാക്കെടുത്താൽ കംപ്ലീറ്റ് ആണെന്ന് പറയാം, പക്ഷെ വേറൊരു പൂർണ്ണാർത്ഥത്തിലാണോ വെച്ചാൽ അല്ല നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് എന്തുകൊണ്ട് ഒന്നാമത്തെ സെന്റൻസിൽ അതിന്റെ മീനിങ് പ്രസന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ അത്രത്തോളം ഡിസ്റ്റിങ്ഷനെ കുറച്ച് പ്രയാസമാണ്, എന്നാൽ പോലും നമുക്കത് മനസ്സിലാവണം. ഒരാൾ പറയാണ് ഐ ഹാവ് കം ഹിയർ ടു ഡു സംതിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ സെൻസ് അയാൾ ഈ തൊട്ടുടനെ റീസെന്റ് ആയ സമയത്ത് വന്നതാണ്. ആ എന്തിനാണോ വന്നത് അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നൊരു സെൻസ് അവിടെ ഉണ്ട്. എന്തിനാണോ വന്നത് പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ റിസൾട്ട് എവിടെ നിൽക്കുന്നുണ്ട്, എവിടെ ഉണ്ട്, ഇപ്പൊ പ്രസന്റ് റെലവന്റ് ആണ്. അപ്പോഴാണ് നമ്മൾ ഏതൊരു ഫോം ഉപയോഗിക്കുക, ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുക. അതേ സമയത്ത് ഐ കെയിം ഹിയർ ടു ഡു സംതിങ് എന്നാണെങ്കിൽ അയാളോട് വന്ന് അത് പൂർത്തിയായിട്ടുണ്ട്, ഫിനിഷായിട്ടുണ്ട്, പണി പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ അയാൾ വീണ്ടും പോയിട്ടുണ്ടാവും. കുറെ കാലത്തിന് ശേഷം അയാൾ വരുമ്പോഴും എന്ത് ചെയ്യാം, ഇയാൾക്ക് പറയാൻ പറ്റും. അതേ സമയത്ത് ഹാവ് പ്ലസ് V3 ആണ് നമുക്ക് അതിനെ പറയാൻ പറ്റില്ല. കൂടുതൽ വിശദീകരിച്ചിട്ട് ആശയക്കുഴപ്പം ഉണ്ടാകുന്നില്ല. ഇത്രേ മനസ്സിലാക്കേണ്ടതുള്ളൂ. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിനാണ് പ്രാധാന്യമുള്ളത്. ആ മീനിങ്ങിൽ പാസ്റ്റിനാണ് കൂടുതൽ എംഫസിസ് ഉള്ളത്, അത് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതേ സമയത്ത് പ്രസന്റ് പെർഫെക്റ്റിന് ആക്ഷൻ കണ്ടാൽ പാസ്റ്റിലാണ് തോന്നുമെങ്കിലും അതിന്റെ റിസൾട്ടും അതിന്റെ ഇഫക്റ്റ് ഉള്ളത് കൂടുതൽ സിഗ്നിഫിക്കന്റ് ആയത് ഏത് മീനിങ് ആണ്, പ്രസന്റ് മീനിങ് ആണ്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. വളരെ വിശദമായിട്ടൊക്കെ പിന്നെ ചർച്ച ചെയ്യാം. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. റെഡി അല്ലേ? ഓക്കെ. നൗ വാട്ട് യു ഹാവ് ടു ഡു ഈസ് there are some words before, many times, yesterday, 1 year ago, previous year, last week,
at that moment, never, already, that day, once, one day, yet, so far. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് ഈ വാക്കുകളെ ഇതൊക്കെ അഡ്വേർബിയലാണ് അല്ലെങ്കിൽ അഡ്വേർബ്സ് ആണ്. റെഡിയല്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ അഡ്വേർബുകൾ സം ഓഫ് ദം ക്യാൻ ബി യൂസ്ഡ് വിത്ത് past verb, simple past verb, or with the verbs in simple past, and some other can be called, the others can be used in with the verbs in present perfect. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? ചിലത് സിമ്പിൾ പാസ്റ്റിന്റെ കൂടി ചിലത് പ്രസന്റ് പെർഫെക്റ്റിന് കൂടി ഉപയോഗിക്കാൻ പറ്റിയ വാക്കുകളാണ് അവിടെ ഉള്ളത്. ക്ലിയർ ആണല്ലോ? മക്കൾ ശ്രദ്ധിക്കേണ്ടത് അതെങ്ങനെ നമുക്ക് മനസ്സിലാവുക? ഒന്നുമില്ല, നല്ല ഞാൻ നേരത്തെ പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാണ് ആക്ഷന്റെ കാര്യമൊക്കെ പറഞ്ഞത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാസ്റ്റിൽ കറക്റ്റ് ടൈം കാണിക്കുന്നുണ്ടോ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. പ്രസന്റുമായിട്ട് ബന്ധപ്പെട്ട അർത്ഥങ്ങളും കാര്യങ്ങളാണോ അങ്ങനെയാണെങ്കിൽ അത് ഏതാണ്? പെർഫെക്റ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഒന്നും കൂടി, ഇഫ് ഇറ്റ് ഷോസ് that adverb shows a point of time, specific point of time in the past, that can be used only with simple past. ബാക്കിയുള്ളതാണെങ്കിലോ ഒരു പ്രസന്റ് മീനിങ് ഉള്ളതാണെങ്കിലോ അത് നമുക്ക് ഏതൊരു ഉപയോഗിക്കാം? പെർഫെക്റ്റിൽ ഉപയോഗിക്കാം. ഈ ചിലത് രണ്ടിൽ ഉപയോഗിക്കാൻ പറ്റിയതുണ്ട്. അത്രത്തോളം പോകും. ഞാൻ തൽക്കാലം ഒരു കോളത്തിൽ മാറ്റിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് വൺസ് എന്ന് പറയുന്ന ഈ വാക്ക് ഒരു ഉദാഹരണം പറയാണ്. വൺസിന് രണ്ടർത്ഥമുണ്ട്. ഒരിക്കൽ എന്ന് വെന്നന്റെ ഉത്തരമായിട്ട് വരാം, അതുപോലെ തന്നെ ഹൗ മെനി ടൈംസ് എന്നതിന്റെ ഉത്തരമായിട്ട് വരാം. വൺ ടൈം പറയില്ല, അതിന് പറയാം നമ്മൾ വൺസ് എന്നാ പറയാം. അപ്പൊ അത് വൺസ് പ്രസന്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കാം, ചില രീതി ഉപയോഗിക്കാറുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ആ രീതിയിൽ ഉപയോഗിക്കില്ല എപ്പോഴാ? ഫ്രീക്വൻസിന്റെ രീതി വരുമ്പോഴാണ്, എത്ര വട്ടമുള്ള അർത്ഥത്തിൽ വരുമ്പോഴാണ്. പക്ഷെ ഒരിക്കൽ എന്ന സെൻസിൽ ഉപയോഗിക്കുമ്പോൾ അത് പാസ്റ്റിലാണ് പലപ്പോഴും കാണുന്നത്. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. പ്രശ്നമില്ല, ചെറിയ വ്യത്യാസങ്ങൾ, അതൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. ഞങ്ങൾ പറഞ്ഞ മാതിരി ഇപ്പൊ തൽക്കാലം മനസ്സിലെത്ര ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ അത് പറഞ്ഞുതരും. ഇപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യല്ലോ. ഒന്ന് അപ്പം മനസ്സിലായി ചെയ്ത് നോക്കിയാൽ ബിഫോർ മുമ്പ്, പല പ്രാവശ്യം, ഇന്നലെ, ഒരു വർഷം മുമ്പ്, കഴിഞ്ഞ വർഷം, കഴിഞ്ഞ ആഴ്ച, ആ സമയത്ത്, ആ നിമിഷം, നെവർ ഒരിക്കലും ഇല്ല എന്നാണ്. ഓൾറെഡി ഇപ്പൊ തന്നെ, ദാറ്റ് ഡേ അന്ന്, വൺസ് ഞാൻ രണ്ടർത്ഥം ഞാൻ പറഞ്ഞു നോക്കും, ഓർമ്മ ഉണ്ടാവും. ഒരിക്കലും അർത്ഥം ഇപ്പോൾ നിങ്ങൾ ഏതിന് പ്രാധാന്യം കൊടുക്കാറ് നമുക്കത് ഡിസ്റ്റിങ്ഷൻ ഞാൻ പെട്ടെന്ന് കിട്ടുള്ളൂ. ഒരു വട്ടം എന്നുള്ള സെൻസ് കൊടുക്കുക. വൺ ഡേ ഒരു ദിവസം, യെറ്റ് എന്നിട്ടും ഇതുവരെ എന്ന അർത്ഥം അത് കൊടുത്താൽ, എന്നിട്ടും അർത്ഥം കൺജങ്ഷൻ ആകുമ്പോൾ ഇവിടെ ഇതുവരെ എന്ന അർത്ഥം കൊടുത്താൽ മതി. ഹാവിൻ യു ഫിനിഷ്ഡ് യെറ്റ്, ഇതുവരെ നീ അതെന്ത് രീതിയിലെ പൂർത്തിയാക്കിയില്ലേ എന്നൊക്കെ ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുക. സോഫാർ അതേ അർത്ഥമാണ്. ഏതാണ്? ഇതുവരെ. സ്റ്റോറി സോഫാർ, ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത കഥ എന്നൊക്കെ അർത്ഥം നമ്മൾ പറയും. അപ്പൊ അത് വെച്ചിട്ട് ഈ കോളത്തിൽ ഫില്ല് ചെയ്യണം. പെർഫെക്റ്റ് ഇവിടെ ചേർക്കുക, അതേപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ് ഇവിടെ ചേർക്കുക. നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ ചെയ്ത് നോക്ക് പെട്ടെന്നൊന്ന്. റെഡിയല്ലേ? പോസ് ചെയ്ത് ചെയ്തോളി. ദ സാമ്പിൾ ആൻസർ ഈസ് ഹിയർ. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം കേട്ടോ. വൺസ്, മെനി ടൈംസ് ഒക്കെ ചില കാര്യങ്ങൾ ഒരു കോളത്തിലാക്കി എന്നുള്ളതേ ഉള്ളൂ. അർത്ഥ വ്യത്യാസം വരും, ചെറിയ വ്യത്യാസം. അതിങ്ങനെ പറയാൻ കാരണം ചിലപ്പോൾ നിങ്ങൾ വ്യത്യസ്ത സെൻസ് കാണുമ്പോൾ ആശയക്കുഴപ്പമില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മിക്കവാറും ഈ പറഞ്ഞ രീതിയിൽ തന്നെ മാത്രമേ വരുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ പറയാണ് 3 times 4 times ഒക്കെ വരുമ്പോൾ മിക്കവാറും അത് കാണല് പെർഫെക്റ്റിലാണ്, പ്രസന്റ് പെർഫെക്റ്റിലാണ് കാണല്. അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? എന്തായാലും ഈ രീതിയിൽ നിങ്ങൾ എഴുതുക. ക്ലിയർ അല്ലേ? അത് നിങ്ങൾ എഴുതിയത് ഇങ്ങനെയാണെന്ന് ഉറപ്പ് വരുത്തുക, അല്ലാത്ത തിരുത്തുക. ഓക്കെ ഡിയേഴ്സ്, നൗ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് refers to events in the past which are connected to the present. നല്ല ശ്രദ്ധിക്കണം കേട്ടോ. അതായത് പ്രസന്റുമായി ബന്ധപ്പെട്ട പാസ്റ്റ് ഈവന്റ് പറയാനാണ് ഇത് ഉപയോഗിക്കുക, പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക. അപ്പൊ ഒറ്റടി കണ്ടാൽ നമുക്കത് പൂർത്തിയായി തോന്നുന്നു. അതിന്റെ അങ്ങനത്തതും ഉണ്ട്. അതിന് വിശദീകരിച്ചാൽ ആശയക്കുഴപ്പമുണ്ടാവും. ഒരു ലൈഫ് സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ പറയാനൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ പറഞ്ഞില്ല. നമ്മൾ പറയുമ്പോൾ നമുക്ക് ആവശ്യമില്ല മാത്രം ചർച്ച ചെയ്യുള്ളൂ. ഒരുപാട് കാര്യങ്ങളൊന്നും ഇപ്പൊ പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇതേ അറിയേണ്ടതുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പറയുന്നുള്ളൂ. അതായത് പാസ്റ്റ് നടന്നൊരു കാര്യം പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് പ്രസന്റില്
ആയിട്ട് ബന്ധപ്പെട്ട ഉദാഹരണം പറയട്ടെ, വേറെ ഉദാഹരണം പറയട്ടെ, അപ്പൊ നമുക്ക് മനസ്സിലായിട്ട്. അപ്പൊ ഈ വാക്കുകൾ നമ്മൾ എങ്ങനെ കണ്ടെത്തിയിട്ടാണ് എഴുതിയിട്ടുള്ളത്, അതും കൂടി പറയാനാണ് താഴെ കൊടുത്തത്. ശ്രദ്ധിക്കണം കേട്ടോ, നോക്കണേ. ഐ ഹാവ് ലോസ്റ്റ് മൈ കീ, എനിക്ക് എന്റെ കീ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഐ ഹാവ് നോ കീ അറ്റ് ദ മൊമെന്റ് എന്നാണ്. പ്രസന്റ് ഇന്റെ അടുത്ത് ഇപ്പൊ ആ കീ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം വരിക. അപ്പൊ അതിന്റെ ഇഫക്റ്റ് അപ്പോഴുണ്ട്. അതേസമയത്ത് ഐ ലോസ്റ്റ് മൈ കീ എന്ന് പറഞ്ഞാൽ എന്റെ കീ നഷ്ടപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും. ഐ ഹാവ് ഫൗണ്ട് ഇറ്റ്, പിന്നെ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനത്തെ സെൻസിലാണ് വരിക. അപ്പൊ അത് രണ്ടും അങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ട്, ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യണമെങ്കിൽ കുറെ ഉദാഹരണങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പൊ തൽക്കാലം അത് മനസ്സിലാക്കിയാൽ മതി. അതായത് പാസ്റ്റിലെ സ്പെസിഫിക് ടൈമിൽ അവസാനിച്ചതാണ് സാധാരണഗതിയിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് പറയാം. പാസ്റ്റിൽ നടന്നതാണ്, റീസെന്റ് പാസ്റ്റിൽ നടന്നതാണെങ്കിലും അതിന്റെ ഇഫക്റ്റ് ഇപ്പോഴും ഉള്ള ആക്ഷൻ ഇഫക്റ്റ് ഉള്ള ഇതിനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയാം. പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ എന്തുപയോഗിക്കാറുണ്ട്, ടൈം എലിമെന്റ് പറയാതിരുന്നാൽ, ടൈം ഏത് ടൈം എന്ന് സ്പെസിഫിക് ആയി കാണിക്കാതിരുന്നാൽ നമുക്ക് അറിയാത്തതോ അല്ലെങ്കിൽ റെലവെന്റോ അല്ലെങ്കിൽ അവിടെ പെർഫെക്റ്റ് പറയാറുണ്ട്. ഇത്രയും കാര്യങ്ങളെ പഠിക്കേണ്ടതുള്ളൂ. ഓക്കെ ഡിയേഴ്സ്, നൗ ലെറ്റ് us move on to the next activity. ശ്രദ്ധിക്കണേ. Grandmother replied, "Listen to the mountain. Give certain instructions to the headmaster." അറിയാലോ, നാരായണനോട് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അറിയാലോ. ഇതൊക്കെയാണ് നിർദ്ദേശങ്ങൾ. നോക്കണേ. You must talk to the children. Find out what they feel about it. Don't put ideas into their heads. Just tell them everything. ഇതൊക്കെ നിർദ്ദേശങ്ങളാണ്, ഇൻസ്ട്രക്ഷൻ ആണ്. നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിന് നമ്മൾ എന്താക്കി മാറ്റുക ചെയ്യുന്നത്, റിക്വസ്റ്റ് ആക്കി മാറ്റുക ചെയ്യുന്നത്. അതിന്റെ ഒരു ഉദാഹരണം നോക്കട്ടോ. യു മസ്റ്റ് ടോക്ക് ടു ദ ചിൽഡ്രൻ എന്ന ആ സെന്റൻസ് നമ്മൾ എങ്ങനെ മാറ്റുക എന്നാണ് നല്ല നോക്കണം. ഒന്ന് നോക്കി. പ്ലീസ് ടോക്ക് ടു ദ ചിൽഡ്രൻ. Could you please talk to the children? Would you mind talking to the children? മക്കൾ നല്ലോണം ശ്രദ്ധിക്കണം, ഈ വെച്ച വാക്കുകൾ ശ്രദ്ധിക്കണം. അപ്പൊ ഈ വേർബിന് എന്ത് മാറ്റം വന്നു എന്ന് നോക്കണം. നോക്കണേ. ടോക്ക് തന്നെയാണ്, ഇവിടെ ടോക്ക് തന്നെയാണ്. ഇവിടെ ഡു യു മൈൻഡ് അല്ലെ, വുഡ് യു മൈൻഡ് വന്നപ്പോ ING ആയി. അത് നല്ലോണം ശ്രദ്ധിക്കണം. റെഡി അല്ലേ? എല്ലാ ക്ലാസ്സുകളും പരീക്ഷക്കൊക്കെ വരുന്നതാണ്. വുഡ് യു മൈൻഡ് ടേക്കിംഗ് എ പെൻ, ആ രീതിയിലാണ് നമ്മൾ പറയുക. വുഡ് യു മൈൻഡ് ഓഫ് യൂസിങ് യുവർ ഫോൺ എന്നപ്പോൾ ING ചേർത്തിട്ടാണ് പറയേണ്ടത്. ക്ലിയർ അല്ലേ? അടുത്തൊന്ന് പറഞ്ഞു നോക്കിയാലോ ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. ഒന്ന് എഴുതി നോക്ക്. യു മസ്റ്റ് ടോക്ക് ടു ദ ചിൽഡ്രൻ. എങ്ങനെ അത് മാറുക, എങ്ങനെ നമ്മൾ ചെയ്യുക? ആദ്യം നോക്കേണ്ട ഒരു വെർബ് ഏതാണെന്നാണ്. അതിന് മുമ്പ് പ്ലീസ് വെച്ചാൽ ആദ്യത്തത് കിട്ടി, വുഡ് യു പ്ലീസ് വെച്ചാൽ രണ്ടാമത്തത് കിട്ടി, മൂന്നാമത്തേന് വുഡ് യു മൈൻഡ് വെച്ചാൽ കിട്ടി. അങ്ങനെയല്ലേ നമ്മൾ ഉദാഹരണങ്ങൾ ആണ്. ആദ്യത്തെ പ്ലീസ് വെച്ചു, രണ്ടാമത്തെ കുഡ് യു പ്ലീസ് വെച്ചു, മൂന്നാമത്തെ എന്ത് ചെയ്തു, വുഡ് യു മൈൻഡ് വെച്ചു. പ്ലീസും അതുപോലെ തന്നെ കുഡ് യു പ്ലീസ് ആകുമ്പോൾ നമ്മൾ വേർബ് അത് തന്നെയാണ്, മാറ്റമില്ല, V1 ആണ്. അതേസമയത്ത് വുഡ് യു മൈൻഡ് ആകുമ്പോൾ ING ആക്കണം. ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ ചെയ്യൂലേ? അതിന് ശേഷം ഇത് കാണാൻ കേട്ടോ. നോക്ക്. പ്ലീസ് ടോക്ക് ടു ദ ചിൽഡ്രൻ. കുഡ് യു പ്ലീസ് ടോക്ക് ടു ദ ചിൽഡ്രൻ. വുഡ് യു മൈൻഡ് ടോക്കിംഗ് ടു ദ ചിൽഡ്രൻ. ക്ലിയർ അല്ലേ? ഫൈൻഡ് ഔട്ട് വാട്ട് ദേ ഫീൽ അബൌട്ട്. പറഞ്ഞേക്കാം. ഫൈൻഡ് ഔട്ട് ആദ്യം പ്ലീസ് വെക്ക്. പ്ലീസ് ഫൈൻഡ് ഔട്ട് വാട്ട് ദേ ഫീൽ അബൌട്ട്. കുഡ് യു പ്ലീസ് ഫൈൻഡ് ഔട്ട് വാട്ട് ദേ ഫീൽ അബൌട്ട്. വുഡ് യു മൈൻഡ് ഫൈൻഡിങ് ഔട്ട് വാട്ട് ദേ ഫീൽ അബൌട്ട്. ക്ലിയർ അല്ലേ? ഡോണ്ട് പുട്ട് ഐഡിയാസ് ഇൻ ടു ദെയർ ഹെഡ്സ്. നെഗറ്റീവ് ആണ് ഇവിടെ വെക്കുന്നു എന്ന് ശ്രദ്ധിച്ചാൽ എന്നിട്ട് അങ്ങനത്തെ കാണാം. പ്ലീസ് ഡോണ്ട് പുട്ട് ഐഡിയാസ്, ഇപ്പൊ സംശയമൊന്നുമില്ല. കുഡ് യു പ്ലീസ് നോട്ട് പുട്ട് എന്നാ പറയാ. റെഡി അല്ലേ? ഐഡിയാസ് ഇൻ ടു ദെയർ ഹെഡ്സ്. Would you mind not putting ideas into their heads? Clear? Yes. Now last one. Just tell them everything. എങ്ങനെ പറയാ നിങ്ങൾ? Tell them verb, but please tell them everything. Could you please tell them everything? Would you mind telling them everything? Clear അല്ലേ? ചുരുക്കി ഇങ്ങനെ ആലോചിച്ചാൽ മതി. പ്ലീസിന് ശേഷം V1 വെച്ച് നമുക്ക് റിക്വസ്റ്റ് ആക്കാം. കുഡ് യു പ്ലീസിന് ശേഷം V1 വെച്ച് റിക്വസ്റ്റ് ആക്കാം. സോ ഇത് വുഡ് യു മൈൻഡ് ആകുമ്പോൾ ING വെച്ചിട്ടാണ് റിക്വസ്റ്റ് ആവുക. ക്ലിയർ? യെസ്. ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിക്കണേ. Imagine that the grandmother advises and warns the headmaster. What be the sentences? Be then. What would the sentence be then? വല്യമ്മ അല്ലെങ്കിൽ അമ്മമ്മ, അച്ഛമ്മ, ആരാണ് അവര് തന്റെ ഹെഡ്മാസ്റ്റർ ഉപദേശിക്കാണ്. എങ്ങനായിരിക്കും സെന്റൻസ് എന്നാണ് ശ്രദ്ധിക്കണേ. You had better talk to the children. You had better find out what they feel about. അത് നേരത്തെ പറഞ്ഞ ആ സെന്റൻസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്,
ഈ സെന്റൻസുകൾ എന്ത് ചെയ്യുന്ന നമ്മള് ഒരു അഡ്വൈസ് ആക്കുമ്പോ എങ്ങനെ വരും എന്നാണ് ശ്രദ്ധിക്കണേ. യു ഹാഡ് ബെറ്റർ വെച്ചിട്ടാണ് അഡ്വൈസ് ആക്കിയത്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? യു ഹാഡ് ബെറ്റർ V1 ആണ് നമ്മൾ പറയാം, ടോക്ക് ടു ദ ചിൽഡ്രൻ. യു ഹാഡ് ബെറ്റർ ഫൈൻഡ് ഔട്ട് വാട്ട് ദേ ഫീൽ അബൌട്ട്. യു ഹാഡ് ബെറ്റർ നോട്ട് പുട്ട് ഐഡിയാസ് ഇൻ ടു ദെയർ ഹെഡ്സ്. യു ഹാഡ് ബെറ്റർ ടെൽ ദം എവറിത്തിങ്. അങ്ങനെ നമ്മൾ മാറ്റി പറയേണ്ടത്. ഇത് ഉപദേശിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെയാണ് ഉപയോഗിക്കുക. അതിന്റെ ഉദാഹരണമാണ്. ക്ലിയർ ആണല്ലോ? യു ഹാഡ് ബെറ്റർ ടോക്ക് ടു ദ ചിൽഡ്രൻ. യു ഹാഡ് ബെറ്റർ ഫൈൻഡ് ഔട്ട് വാട്ട് ദേ ഫീൽ അബൌട്ട്. റെഡി? യെസ്. ഓക്കെ അല്ലേ? ദിസ് ഈസ് ദ ഫോർമുല. യു ഹാവ് ടു നോട്ട് ഇറ്റ്. ഹാഡ് ബെറ്റർ പ്ലസ് നോട്ട്, അത് നെഗറ്റീവ് ആണ്, നോട്ട് എന്ന് തലത്തിൽ വെക്കണം. വെർബ് ഫോർ, അതെന്താ ഉപയോഗിക്കുക? അഡ്വൈസിന്, റെക്കമെൻഡേഷന്, അതല്ലെങ്കിൽ സജഷന്, വാണിംഗ് ആണ് ഉപയോഗിക്കുക. ഒന്ന് പറഞ്ഞു നോക്ക്. നീ പുകവലി നിർത്തല നല്ലത്. നിർത്തൽ എന്ന് പറഞ്ഞാൽ യു ഹാഡ് ബെറ്റർ സ്റ്റോപ്പ് സ്മോക്കിംഗ്. പുകവലിക്കൽ എന്നായിരിക്കും പറയാ. യു ഹാഡ് ബെറ്റർ നോട്ട് സ്മോക്ക്. അങ്ങനെ നമ്മൾ പറയേണ്ടത്. ക്ലിയർ? യെസ്. നൗ ഡോണ്ട് പുട്ട് ഐഡിയാസ് ഇൻ ദെയർ ഹെഡ്, ജസ്റ്റ് ടെൽ ദം എവറിത്തിങ്. അത് നിങ്ങൾ മാറ്റി എഴുതൂലേ? എങ്ങനെ വരാ? യു ഹാഡ് ബെറ്റർ നോട്ട്, ഒന്ന് എഴുതിയതിന് ശേഷം ആക്കല്ലേ, ഒന്ന് എഴുതി നോക്കുക. നിങ്ങൾ ഹാഡ് ബെറ്റർ വെച്ചിട്ട് സെൻസ് മാറ്റി നോക്ക്. എന്താ ചെയ്യേണ്ടത്? യു ഹാഡ് ബെറ്റർ വെച്ചു, അതിനുശേഷം വെർബ് കണ്ടു, ബാക്കി അതുപോലെ എഴുതി. നമ്മൾ റെഡി അല്ലേ? ഡോണ്ട് ആണെങ്കിൽ വെർബിന്റെ മുമ്പ് എഴുതി വെക്കണം, പുട്ട് വെക്കണം. നെഗറ്റീവ് ആണെങ്കിൽ റെഡി അല്ലേ? എഴുതിയിട്ടുണ്ടാവും. യു ഹാഡ് ബെറ്റർ നോട്ട് പുട്ട് ഐഡിയാസ് ഇൻ ടു ദെയർ ഹെഡ്സ്. യു ഹാഡ് ബെറ്റർ ടെൽ ദം എവറിത്തിങ്. റൈറ്റ്? യെസ്. നൗ അടുത്ത സി ടാസ്ക് നോക്കണേ. There are many people who are not concerned about the environment. നമുക്കറിയാം പരിസ്ഥിതിയെ കുറിച്ച് ബോധമില്ലാത്ത കുറേ ആളുകളുണ്ട്. How would you advise them? നിങ്ങൾ എങ്ങനെയാണ് അഡ്വൈസ് ചെയ്യുക? റെയിൻഫോൾ ഈസ് ലെസ് നൗഡേസ്, മഴ കുറവാണ്. അപ്പൊ നമ്മൾ എന്താ പറയാ? യു ഹാഡ് ബെറ്റർ പ്ലാന്റ് മോർ ട്രീസ്. അങ്ങനെ നമുക്ക് ഉപദേശിക്കാം. വാട്ടർ സ്കാർസിറ്റി ഈസ് എ സീരിയസ് പ്രോബ്ലം. പിന്നെ നോട്ട് വേസ്റ്റ് വാട്ടർ. വി ഗെറ്റ് വെജിറ്റബിൾസ് വിത്ത് ടോക്സിക് റെസിഡ്യൂ ഫ്രം ദ മാർക്കറ്റ്. അതിലെ സാഹചര്യങ്ങളൊക്കെ ഒന്ന്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ സാഹചര്യങ്ങൾ എഴുതിയിട്ട് അവിടെ പറയാൻ പറ്റി എന്ത് ചെയ്യുക? കുറച്ച് ഉപദേശങ്ങൾ എഴുതുക. റെഡി അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ ചില സാഹചര്യങ്ങൾ തന്നിട്ടുണ്ട്. റെയിൻഫോൾ ഈസ് ലെസ് നൗഡേസ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വാട്ടർ സ്കാർസിറ്റി എ സീരിയസ് പ്രോബ്ലം. വെള്ളമില്ല എന്നുള്ള ഒരു ഗൗരവമുള്ള വിഷയം നമുക്കറിയാം. വി ഗെറ്റ് വെജിറ്റബിൾസ് വിത്ത് ടോക്സിക് റെസിഡ്യൂ ഫ്രം ദ മാർക്കറ്റ്. വിഷാംശങ്ങൾ കലർന്ന പച്ചക്കറിയാണ് നമുക്ക് കിട്ടുന്നത്. ഇറ്റ് മേ റെയിൻ, മഴ പെയ്തേക്കാം. ദ എക്സാമിനേഷൻ ഇസ് നിയർ, പരീക്ഷ അടുക്കാറായിട്ട്. ഈ സമയത്തൊക്കെ നമ്മൾ കൊടുക്കുന്ന ഉപദേശം എന്താണെന്നാണ് ചോദ്യം. ഒന്ന് എഴുതി നോക്കണേ. പോസ് ചെയ്തിട്ട് നമ്മൾ പോസ് ചെയ്തിട്ട് എഴുതണം കേട്ടോ. എന്നിട്ട് ഇത് തുടർന്ന് കാണാവും. റൈറ്റ്? മഴ പിന്നെ റെയിൻഫോൾ കുറവാന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? യു ഹാഡ് ബെറ്റർ പ്ലാന്റ് മോർ ട്രീസ്, കൂടുതൽ മരങ്ങൾ കുഴിച്ചിടണം. വാട്ടർ സ്കാർസിറ്റി എന്ന് പറയുമ്പോൾ എന്താ പറയാ? യു ഹാഡ് ബെറ്റർ നോട്ട് വേസ്റ്റ് വാട്ടർ. ഉള്ള വെള്ളം പാഴാക്കരുത്, നമ്മൾ സൂക്ഷിച്ചു വെക്കണം. We get vegetables with the toxic residue from the market. മാർക്കറ്റിൽ നിന്ന് വിഷാംശങ്ങൾ കലർന്ന, അവശിഷ്ടങ്ങൾ കലർന്ന വെജിറ്റബിൾ നമുക്ക് കിട്ടുന്നു എന്നാണ്. എന്തായിരിക്കും വേണ്ടി? യു ഹാഡ് ബെറ്റർ പ്ലാന്റ് വെജിറ്റബിൾസ് ഇൻ യുവർ ഫാം. മഴ പെയ്യുന്നു. യു ഹാഡ് ബെറ്റർ ടേക്ക് ആൻ അംബ്രല്ല. ദി എക്സാമിനേഷൻ ഇസ് നിയർ, പരീക്ഷ എടുത്തു. അപ്പൊ എന്താ പറയേണ്ടത്? യു ഹാഡ് ബെറ്റർ സ്റ്റഡി വെൽ. ക്ലിയർ? യെസ്. I think you got what we have discussed. Thank you for watching. Meet again. Till then, goodbye.